അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവസ് കി രാത്ത് എന്ന പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മുൻഷി പ്രേംചന്ദിനെ കുറിച്ചും അതുപോലെ പവസ് കി രാത്ത് എന്ന കഥയുടെ ഒരു ആമുഖമെന്നോണം ഹൽക്കുവിൻ്റെ നിസ്സഹായാവസ്ഥ വെളിവാക്കുന്ന ഷെഹന വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുമോ എന്ന പേടിയിൽ വളരെ തണുത്ത് വിറക്കുന്ന പവസ് അല്ലെങ്കിൽ മകരവിളക്കിൻ്റെ ആ രാത്രിയിൽ അന്ന് പുതക്കാൻ വേണ്ടി കമ്പിളി വാങ്ങാൻ വേണ്ടി ദിവസങ്ങളോളം കാത്തുവെച്ച് അവർ സൂക്ഷിച്ചു വെച്ച സമാഹരിച്ചു വെച്ച ആ 3 രൂപ അത് ഹൽക്കു ഷെഹനയ്ക്ക് എടുത്തു കൊടുക്കുന്ന ആ ഒരു നിസ്സഹായ അവസ്ഥ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. പവസ് കി അന്ധേരി ഭരി രാത്ത്, പവസിൻ്റെ ഇരുൾ നിറഞ്ഞ രാത്രി. ആസ്മാൻ പർ താരേ ഭി ഠട്ടരേ ഹുയെ മാലൂം ഹോത്തെ ഹെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൂടെ വിറക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഹൽക്കു അപ്നെ ഖേത് കെ കിനാരെ റോഖ് കി പത്തിയോ കി ഏക് ഛത്രി, ഹൽക്കു തൻ്റെ വയലിനടുത്തുള്ള ഒരു മരത്തിൻ്റെ, റോഖ് എന്ന് പറഞ്ഞാൽ വൃക്ഷം, മരത്തിൻ്റെ ഇലകൾക്ക് ചുവട്ടിലായിട്ട് ഛത്രിക്ക് നീച്ചെ അതിൻ്റെ ചുവട്ടിലുള്ള ഒരു കുടക്കീഴിലായി നീച്ചെ ബാൻസ് കെ കട്ടോലെ, മുളയുടെ ചെറിയ കട്ടിലിന്മേൽ, കട്ടോലെ പർ മുളയുടെ കട്ടിലിന്മേൽ അപ്നി പുരാനി ഗാഡേക്ക് ചാദർ ഊഢേ ഹുയെ, തൻ്റെ പഴയ വളരെ പരുക്കനായ, ഗാഢ എന്ന് പറഞ്ഞാൽ പരുക്കനായ ഒരു വിരിപ്പ് പുതച്ചുകൊണ്ട് കാമ്പ് രഹാത്തെ, അദ്ദേഹം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടോലേക്ക് നീച്ച്, അദ്ദേഹത്തിൻ്റെ കട്ടിലിന് താഴ്ഭാഗത്തായിട്ട് ഉസ്കാ സാഥി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന കുത്ത അഥവാ തൻ്റെ കൂട്ടുകാരനായ നായ, എന്താണ് നായയുടെ പേര്? ജബ്ര. തൻ്റെ കൂട്ടുകാരനായ നായ, ജബ്ര എന്ന നായ, പീഠ് മേ മുഹ് ഡാലെ സർദി സെ കൂ കൂ കർ രഹാ ഥാ, തൻ്റെ വയറിൽ, പീഠ് മേ മുഹ് ഡാലെ, വയറിൽ തൻ്റെ മുഖം അല്ലെങ്കിൽ വായ പൊത്തിക്കൊണ്ട്, കൂം കൂം കർ രഹാ ഥാ, അവിടെ വായ പൊത്തിക്കൊണ്ട് കൂം കൂ എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദോനോ മേസെ ഏക് കോ ഭി നീന്ത് ന ആതി ഥി, അവരിൽ ഒരാൾക്കും ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഹൽക്കു ഘുട്നോं को गर्दन में चिमटाते हुए कहा, ഹൽക്കു തൻ്റെ മുട്ടുകളെ പിരടിയോട് അല്ലെങ്കിൽ കഴുത്തിനോട് ചിംട്ടാത്തെ ഹുയെ അണഞ്ഞു പിടിച്ചുകൊണ്ട്, കൂട്ടിപ്പിടിച്ചുകൊണ്ട്, നമ്മൾ സാധാരണ പള്ളിക്ക് തണുത്താലൊക്കെ ഇങ്ങനെ ഇരിക്കലുണ്ടല്ലോ, അങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അണഞ്ഞു പിടിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് പറഞ്ഞു, ക്യൂ ജബ്ര ജാടാ ലഗത്താ ഹെ, എന്താ ജബ്ര അനക്കെന്താണോ തണുപ്പ് നന്നായിട്ട് തണുപ്പ് ഏൽക്കുന്നുണ്ടോ? ജാട ലഗ്താ ഹെ, തണുപ്പ് ഏൽക്കുന്നുണ്ടോ? കഹാ തോ ഥാ കെ ഘർ മേ പ്യാൽ പർ ലേട്ട് രേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വീട്ടിൽ തന്നെ എൻ്റെ കൂട്ടിൽ കിടന്നാൽ മതി എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. തോ തൂ യഹാ ക്യാ ലേനെ ആയാ ഥാ, നീ ഇവിടെ എന്തെടുക്കാൻ വേണ്ടി വന്നതാണ്? അബ് ഖാ സർദി, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സർദി, ഈ തണുപ്പ് ഇങ്ങനെ അനുഭവിച്ചോളൂ, തണുപ്പ് കൊണ്ടോളൂ. മേ ക്യാ കരും, എനിക്ക് എന്ത് ചെയ്യാനാകും? ജയ്സെ കെ മേ ഹൽവ പൂരി ഖാനെ ജാ രഹാ ഹൂം, ഞാൻ ഇപ്രകാരം തന്നെ ഈ ഹൽവ ഞാനിത് മൊത്തമായിട്ടും തിന്നാൻ പോവാണ് ട്ടോ. ദൗഡത്തെ ഹുയെ ആകെ ചലേ ആയേ, അന്നേരം ഞാൻ ഈ ഹൽവ പൂർണ്ണമായും തിന്നാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഓടി മുന്നോട്ട് വന്നു. അബ് റോ അപ്നി നാനി കെ നാം കോ, തൻ്റെ വല്യമ്മാൻ്റെ പേരും വിളിച്ച് ഇപ്പം ഇങ്ങനെ കരഞ്ഞോ, ഇപ്പം ഇനി കരഞ്ഞിട്ട് അബ് റോവോ ഇപ്പം ഇനി കരഞ്ഞോ, തൻ്റെ വല്യമ്മാൻ്റെ പേരും വിളിച്ചിട്ട്, അഥവാ ഇനിയിങ്ങനെ തൻ്റെ വല്യമാരെ പേര് വിളിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. जबरा ने पड़े दुम हिलाई और एक जमाई लेकर चुप हो गया. ജബ്ര അവിടെ കിടന്നിട്ട് തൻ്റെ വാലാട്ടി പിന്നീട് ഒരു കോട്ടുവായുമിട്ട് ജബ്ര മിണ്ടാതിരുന്നു. ഷായദ് വോ സമജ് ഗയാ ഥാ, എൻ്റെ സംസാരം ജബ്രക്ക് മനസ്സിലായതുപോലെയുണ്ട്.
उसके उसकी कूं कूं की आवाज़ से उसके मालिक को नींद नहीं आ रही है. ആ ജബ്രക്ക് മനസ്സിലായതുപോലെയുണ്ട്, അവൾ കൂം കൂന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് തൻ്റെ മാലിക്കിന്, തൻ്റെ ഉടമസ്ഥനായ ഹൽക്കുവിന് ഉറക്കം വരുന്നില്ല എന്ന് ജബ്രക്ക് തോന്നിയതുപോലെയുണ്ട്. ഹൽക്കുവിനെ ഹാത്ത് നിക്കാൽക്കർ ജബ്ര की ठंडी पेट सहलाते हुए कहा. ഹൽക്കു തൻ്റെ കൈയെടുത്തിട്ട് ജബ്രയുടെ ആ തണുത്ത പുറത്ത് അതിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, കൽസെ മേരെ സാത്ത് ന ആന, നാളെ മുതൽക്ക് എൻ്റെ കൂടെ നീ വരികയേ വേണ്ട. തൂ ഠണ്ടേ ഹോ ജാവോഗെ, നീ തണുത്ത് മരിച്ചു പോകും. യേ റൗണ്ട് പിछുവാ ഹുവാ ये राउंड पिछुआ हुआ न जाने कहाँ से बर्फ़ लिए आ रहा है. ഈ പടിഞ്ഞാറൻ കാറ്റ് എവിടുന്നാണെന്നറിയില്ല, എവിടുന്നാണ് ഇങ്ങനെ മഞ്ഞും കൊണ്ടുവരുന്നത് എന്ന് അറിയില്ല. ये रान पिछुआ हवा ये रान पिछुआ हवा न जाने कहाँ से बर्फ़ ले आ रही है. ഈ പടിഞ്ഞാറൻ കാറ്റ് എവിടുന്നാണ് ഈ ഇത്രയും മഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നറിയില്ല. ഉഠോ ഫിർ ഏക് ചലം ഭറോ, നീ എഴുന്നേറ്റോ, ഒരു പുക വലിക്കാം, നമുക്കൊന്ന് പുക വലിക്കാം. ചലം ഭരണ എന്ന് പറഞ്ഞാൽ പുക വലിക്കാം. കിസി തറ രാത്തോ കട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ നയിച്ച് ഈ രാത്രി ഒന്ന് കഴിച്ചു കൂട്ടട്ടെ. ഉഡ് ചെൽ തൊപ്പീച്ചുക, എഴുന്നേൽക്കാം, എന്നിട്ട് പുക വലിക്കാം. ഈ ഖേത്തി കാ മസാ ഹെ, ഇത് തന്നെയാണ് ഈ വയലിൻ്റെ ഒരു രസം. ഓർ ഭഗവാൻ കുച്ച് ഐസേ ബി ഹെ, ഭഗവാൻ ഇങ്ങനെ തന്നെയാണ് കെ ജിൻകെ പാസ് ജാടാ ജായേ തോ ഗർമി സെ ഘബറാക്കർ ഭാഗെ. ആർക്കെങ്കിലും വല്ലാതെ തണുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ തോ ഗർമി സെ ഘബറാക്കർ ഭാഗെ, അന്നേരം അവർ ചൂടിൽ നിന്ന് പേടിച്ചോടും. മോട്ടെ ഗദ്ദെ ലിഹാഫ് കമ്പൽ മജാൽ ഹെ കെ ജാടേ കാ ഗുസർ ഹോ ജായേ. അപ്പോൾ ആർക്കെങ്കിലും തണുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ചൂടിലേക്ക് അവർ പേടിച്ചോടും. പിന്നെ നല്ല തടിച്ച നല്ല കട്ടിയുള്ള പരുക്കനായിട്ടുള്ള പുതപ്പും വിരിപ്പും കമ്പിളിയും. മജാൽ ഹേക്കെ ജാടാക്ക ഗുസർ ഹോ ജായേ, ഒരു വഴി തപ്പുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ നയിച്ച് ഈ തണുപ്പ് കാലം കഴിഞ്ഞുപോട്ടെ എന്ന് ഓരോ വഴി അന്വേഷിക്കുകയാണ് മനുഷ്യന്മാർ. അഥവാ തണുപ്പുണ്ടായാൽ നമ്മൾ നല്ല കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും. അപ്പോൾ തണുപ്പ് പോയി ഈ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വല്ല വഴികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തഖ്ദീർ കി ഖൂബി ഹെ മസ്ദൂരി ഹം കരേൻ, തഖ്ദീർ കി ഖൂബി ഹെ, ഇത് ഈ പ്രകൃതിയുടെ ഒരു സവിശേഷതയാണ്. മസ്ദൂരി ഹം ഹെ കരേൻ മസ ദൂസരെ ലോട്ടേ, അഥവാ പണി നാം എടുക്കുകയും നാം ചെയ്ത പണിയുടെ രസം മറ്റുള്ളവർ അനുഭവിക്കുകയും വേണം. हल्कू उठा और घड़े में से ज़रा सी आग निकाल कर चलम भरी. ഹൽക്കു എഴുന്നേൽക്കുകയും പിന്നീട് ഘടേമേസെ, തൻ്റെ ഒരു കുഴിയുണ്ടായിരുന്നു, ആ കുഴിയിൽ നിന്ന് കുറച്ച് തീയെടുത്തിട്ട് അദ്ദേഹം ചലംഭരണ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പുക വലിക്കാൻ എഴുന്നേൽക്കുകയും ചെയ്തു. ജബ്രാഭി ഉഡ്ബേട്ട, അന്നേരം ജബ്രയും എഴുന്നേറ്റിരുന്നു. ഹൽക്കുവിനെ ചലം ബീത്തെ ഹുയെ കഹ, ഹൽക്കു അന്നേരത്ത് ഇങ്ങനെ പുക വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഹൽക്കു ജബ്രയോട് ചോദിച്ചു, പിയേക ചലം, ജബ്ര നായയാകുന്ന ജബ്രയോട് പറയാണ്, നീയും പുക വലിക്കുമോ? ജാടാത്തോ ക്യാ ജാത്താ ഹെ, ഈ തണുപ്പ് അത് പോകുക തന്നെ ചെയ്യും. ജറ മൻ ബഹൽ ജാത്താ ഹെ, കുറച്ച് മനസ്സമാധാനം കിട്ടും. ഈ പുകയൊന്ന് വലിച്ചാൽ കുറച്ച് മനസ്സമാധാനം കിട്ടും. ജബ്രാനെ ഉസ്കി ജാനിബ് മുഹബത്ത് ഭരി നിഗാഹോൻ സെ ദേഖ, അന്നേരം ജബ്ര തനിക്ക് നേരെ വളരെ ഇഷ്ടം നിറഞ്ഞ കണ്ണുകളെ കൊണ്ട് നോക്കുകയും അന്നേരത്തെ ഹൽക്കുവിനെ കഹ, അന്നേരത്തെ ഹൽക്കു പറയാണ്, ആജ് ഓർ ജാഡ ഖാലെ, ഇന്നും കൂടെ നീ
ഒന്ന് നന്നായിട്ട് തണുപ്പ് അനുഭവിച്ചോളൂ, തണുപ്പ് കൊണ്ടോളൂ. കൽ സെ മൈ യഹാ പ്യാൽ ബിഛാ ദൂംഗ ഉസ്മേ ഘുസ്കർ ബൈഠ്ന ജാഡ ന ലഗേഗ. നാളെ മുതൽ നമുക്ക് ഇവിടെ വൈക്കോൽ വിരിക്കാം. പ്യാല് എന്ന് പറഞ്ഞാൽ വൈക്കോല്. നാളെ മുതൽ നമുക്കിവിടെ വൈക്കോൽ വിരിക്കാം. അതിൽ നീ എന്ത് ചെയ്താൽ മതി, അതിൽ ഒളിച്ചിരുന്നാൽ മതി, അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാൽ മതി. ഗുസ്കർ ബൈഠ്ന, അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി, നീ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാൽ മതി. ജാടാൻ നിലകയുക, നിനക്കൊരിക്കലും അങ്ങനെയാണെങ്കിൽ തണുപ്പ് തോന്നുകയേ ഇല്ല. ജബ്രാനെ ഗലെ നീച്ചെ ഉസ്കെ ഘുട്നോം പർ രഖ് ദിയെ. ജബ്ര തൻ്റെ കഴുത്ത് താഴ്ത്തിക്കൊണ്ട് തൻ്റെ ഘുട്നോം പർ രഖ് ദിയെ, തൻ്റെ കാൽമുട്ടുകളുടെ മേൽ തൻ്റെ തല വെക്കുകയും ചെയ്തു. ഓർ ഉസ്കെ മുഹ്കെ പാസ് അപ്ന മുഹ് ലേ ഗയ. പിന്നീട് തൻ്റെ മുഖത്തിൻ്റെ അടുത്ത്, അഥവാ ഹൽക്കുവിൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് നായയുടെ മുഖം വെക്കുകയും ചെയ്തു. ഹൽക്കു കോ ഉസ്കി ഗറം സാൻസ് ലഗി. അന്നേരത്ത് ഹൽക്കുവിൻ്റെ അടുത്ത് ജബ്രയും മുഖം കൊണ്ടുപോയി വെച്ചപ്പോൾ, തൻ്റെ മുഖം അടുത്ത് വെച്ചപ്പോൾ ഹൽക്കുവിൻ്റെ ആ ചൂടുള്ള ശ്വാസം ജബ്രക്ക് അനുഭവപ്പെട്ടു. ചലം പീക്കർ ഹൽക്കു ഫിർ ലേട്ട. പുക വലിച്ച ശേഷം ഹൽക്കു പിന്നീട് കുറച്ചു നേരത്തേക്ക് കിടന്നു. ഓർ യേ തേക്കർ ലിയാക്ക്. പിന്നെ ഇങ്ങനെ കടക്കുന്നതോടുകൂടെ ഇങ്ങനെ തീരുമാനിക്കുകയും ചെയ്തു, കെ ചാഹെ ജോ കുച്ച് ബി ഹോ, എന്തൊക്കെ സംഭവിക്കട്ടെ, അബ് കി സോ ജാവുങ്ക, ഇപ്പോൾ ഞാൻ കിടന്നുറങ്ങാം, ഇപ്പോൾ എന്തൊക്കെ നടന്നാലും വേണ്ടില്ല, ഇപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കാം. ലേക്കിൻ ഏക് ലംഹേ മേ ഉസ്കാ കലീജ കാമ്പിനെ ലഗ. പക്ഷേ ഒരു നിമിഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. കലീജ കാമ്പിന എന്ന് പറഞ്ഞാൽ ഷദീദ് സർദി ലഗാന. കബി ഉസ് കർവട്ട് ലെടുത്ത കബി ഉസ് കർവട്ട്. ഒരു സമയത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, മറ്റൊരു സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. ജാഡ കിസി ഭൂത് കി മാഞ്ച് ഉസ്കി ഛാത്തി കോ ദബായേ ഹുയേ ഥാ. ഈ തണുപ്പ് ഒരു ഭൂതത്തിൻ്റെ പോലെ, ഒരു ഭൂതത്തിൻ്റെ പോലെ, മാനിതർണ പോലെ അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് അമർന്ന് ചേർന്ന് കിടന്നിരുന്നു. ജബ് കിസി തറ എന്നെ രഹാഗയ. ഒരു നിലക്കും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്നപ്പോൾ തോ ഉസ്നെ ജബ്രാക്കോ ധീരേസെ ഉഠായ. അന്നേരം ജബ്രയെ മെല്ലെ എഴുന്നേൽപ്പിക്കുകയും ഉസ്കെ സർക്കോ थप थपाकर ഉസെ അപ്നി ഗോദ് മേ സുലാലിയ. അങ്ങനെ ജബ്രയുടെ തലയെ थप थपाकर, थप थपाന എന്ന് പറഞ്ഞാൽ അതിനെ അമർത്തി പിടിച്ചിട്ട് എന്നായിരിക്കും. അങ്ങനെ ആ തലയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അണഞ്ഞു പിടിച്ചിട്ട് തൻ്റെ മടിത്തട്ടിൽ കടത്തുകയും ചെയ്തു. ജബ്രയെ നായെ തൻ്റെ മടിയിൽ സിലാലിയ ഉറക്കുകയും ചെയ്തു. കുത്തേക്ക് ജിസ്മ സെ മാലൂം നഹി കൈസി ബദ്ബു ആ രഹി തി. ആ നായയുടെ ശരീരത്തിൽ നിന്ന് എത്രമാത്രം നാറ്റമാണ്, ദുർഗന്ധമാണ് പുറത്തേക്ക് വരുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. पर उसे अपने गोद से चिमटाए हुए ऐसा सुख मालूम होता. എന്നാലും അദ്ദേഹത്തെ ആ നായയെ തൻ്റെ മടിയോട് അണച്ചു പിടിച്ചപ്പോൾ, തൻ്റെ മടിയിലേക്ക് അണച്ചു പിടിച്ചപ്പോൾ ഇത്രമാത്രം സുഖമായിരുന്നു അദ്ദേഹത്തിന്, ഹൽക്കുവിന് അനുഭവപ്പെട്ടത്. ജോ ഉധർ മഹീനോസെ ഉസെ എന്നെ മിലാത്ത. മാസങ്ങളോളമായി അവന് ലഭിക്കാത്ത ഒരു സുഖമായിരുന്നു. ഉസെ എന്ന് പറഞ്ഞാൽ അത് നായക്ക് മാസങ്ങളോളം ലഭിക്കാത്ത ഒരു സുഖമായിരുന്നു തൻ്റെ മാലിക് തന്നെ അണച്ചു പിടിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ജബ്രക്കറിയുമായിരുന്നില്ല തൻ്റെ ശരീരത്തിൽ നിന്ന് എത്രമാത്രം നാറ്റമാണ്, ദുർഗന്ധമാണ് വരുന്നത് എന്ന്. ജബ്ര ഷായദ് യേ ഖയാൽ കർ രഹാത്ത. ജബ്ര ഇത് വിചാരിച്ചിരിക്കുകയായിരിക്കും, കെ ജന്നത്ത് യഹീ ഹെ, ഇവിടെ തന്നെയാണ് സ്വർഗമെന്ന് വിചാരിച്ച് കിടക്കുകയായിരിക്കും. ഓർ ഹൽക്കു കി റൂഹ് ഇത്നി പാക് തി. എന്നാൽ ഹൽക്കുവിൻ്റെ ആത്മാവ് ഇത്രമാത്രം സംശുദ്ധമായിരുന്നു. ഉസ്കോ കുത്തേസെ ബിൽക്കുൽ ഘിൻ ന ആതി തി.
ഹൽക്കുവിനും ഈ നായയിൽ നിന്ന് ഇത്രമാത്രം ദുർഗന്ധം വന്നിട്ടുകൂടെ നായയിൽ നിന്ന് ഒരിക്കലും ഒരു അറപ്പ്, എന്ന് പറഞ്ഞാൽ അറപ്പൊരിക്കലും തോന്നിയിരുന്നില്ല. വോ അപ്പിന് ഗരീബീസെ പരേഷാൻ ഥ, അദ്ദേഹം തൻ്റെ ഫക്കറ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുകയായിരുന്നു. ജിസ്കി വജാസെ വോ ഇസ് ഹാലത് കോ പഹുഞ്ച് ഗയ, അത് കാരണത്താൽ, ആ ദാരിദ്ര്യം കാരണത്താലാണ് ഇത്രയും പരിതാപകരമായ അവസ്ഥയിലേക്ക് ഹൽക്കു എത്തിപ്പെട്ടിരുന്നത്. ऐसी अनोखी दोस्ती ने उससे उसकी रूह के सब दरवाजे खोल दिए थे. ഇത്ര വിചിത്രമായ ഈ ഒരു കൂട്ടുകെട്ടാണ് തൻ്റെ ആത്മാവിൻ്റെ എല്ലാ കവാടങ്ങളും തുറന്നു നൽകിയത്. ഉസ്ക ഏക് ഏക് സറ ഹഖീഖി റോഷ്നി സെ മുനവ്വർ ഹോ ഗയാ ഥാ. ഈ ഒരു യഥാർത്ഥ കൂട്ടുകെട്ട്, ജബ്ര എന്ന നായയോടുള്ള യഥാർത്ഥ കൂട്ടുകെട്ട് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ഓരോ തരികൾ കൂടെ, ഓരോ മൈന്യൂട്ട്, ഓരോ ആറ്റംസ് കൂടെ, ഓരോ തരികളും യഥാർത്ഥ പ്രകാശം കൊണ്ട് പ്രകാശിതമായി തീർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം എത്ര പ്രയാസപ്പെടുന്നതായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ റൂഹ്, ആത്മാവ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണത്താൽ, സൗഹൃദം കാരണത്താൽ പ്രകാശിതമായിരുന്നു. ഉസി ഇത്നാമേ ജബ്രാനെ കിസി ജാൻവർ കി ആഹട്ട് സുനി. അതിനിടയിലാണ് ജബ്ര ഒരു ജീവിയുടെ, ഒരു മൃഗത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആഹട്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ശബ്ദം. उसके मालिक की इस खालिस रूहानियत ने उसके दिल में अपनी नई ताकत पैदा कर दी थी. തൻ്റെ ഉടമസ്ഥൻ്റെ ഈ ആത്മാർത്ഥമായ ഈ ഒരു റൂഹാനിയത്ത്, ഈ ഒരു ആത്മബന്ധം എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. ആ ഒരു ആത്മബന്ധം തൻ്റെ ഹൃദയത്തിന് ഒരു പുതിയ ശക്തി തന്നെ പകർന്നു നൽകിയിരുന്നു. ജോ ഹവാക്കെ ഡണ്ടെ झोंकों को भी बेवकूफ़ समझी रही थी. ആ ഒരു ആത്മധൈര്യം, ആത്മീയ ശക്തി ഇത്രമാത്രം ഉണ്ടാക്കി തീർത്തു. എത്രമാത്രം എന്ന് വെച്ചാൽ തണുത്ത കാറ്റ് വീശുന്നത് പോലും ബേവക്കാത്ത് സമജ് രഹി തി, അതെല്ലാം വളരെ നിന്ദ്യമാണ്. ഇത്രയും തണുത്ത കാറ്റ് വീശിയത് കൂടെ അത് വളരെ നിന്ദ്യമായി കാണാൻ ആ നായക്ക് ഈ ശക്തിയിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. ഓ ഛപ്പട്കർ, നായ ചാടിയിട്ട് ചാടി എഴുന്നേൽക്കുകയും ഓർ ചപ്പർസെ, ആ കുടിലിൽ നിന്ന്, അവിടെ കെട്ടിയ കുടിലിൽ നിന്ന്, ഹൽക്കുവിൻ്റെ ആ കുടിലിൽ നിന്ന് ബാഹർ ആക്കർ, പുറത്തേക്ക് വന്നിട്ട് ഭൂങ്കിനെ ലഗ, ആ പുറത്തേക്ക് വന്ന് ഇങ്ങനെ കുരക്കാൻ തുടങ്ങി, നായ കുരക്കാൻ തുടങ്ങി. ഹൽക്കുവിനെ ഉസെ കൈ ബാർ, ഹൽക്കു അന്നേരത്ത് എത്രയോ തവണ പിച്കാർക്കർ ബുലായ, വാത്സല്യത്തോടുകൂടെ ഇങ്ങനെ തിരിച്ചു വിളിച്ചു, ആ ജബ്രയെ ഇങ്ങനെ വിളിച്ചു. പക്ഷേ വോ ഉസ്കെ പാസ് നായ, എന്നിട്ടും ആ ജബ്രയെ വാത്സല്യത്തോടുകൂടെ വിളിച്ചിട്ടുകൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ സമ്മതിച്ചില്ല. ഹൽക്കുവിൻ്റെ അടുത്തേക്ക് വരാൻ ആ നായ സമ്മതിച്ചില്ല. ഖേത് മേ ചാറോം തറഫ് ദൗഡ് കർ ഭൂങ്ക്താ രഹ, ആ വയലിൽ 4 ഭാഗത്തും ഓടി ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരുന്നു. ഏക് ലംഹെ കെ ലിയെ ആഭി ജാതാ തോ ഫൗറൻ ഹി ഫിർ ദൗഡ്ത, ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നാൽ കൂടെ പിന്നീട് പെട്ടെന്ന് തന്നെ വീണ്ടും ഓടിപ്പോകുന്നു. ഫറസ് കി അദായഗീനെ ഉസെ ബേചീൻ കർ രഖാത്ത, യഥാർത്ഥത്തിൽ തൻ്റെ ഉത്തരവാദിത്വ നിർവഹണം തന്നെ അസ്വസ്ഥനാക്കി തീർത്തിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ഏക് ഘണ്ട ഗുസർ ഗയ, അങ്ങനെ രാത്രി 1 മണിക്കൂർ കഴിഞ്ഞു. സർദി ബഡിനെ ലഗി, അവിടെ തണുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. ഹൽക്കു ഉഠ് ബൈഠ, ഹൽക്കു എഴുന്നേറ്റിരുന്നു. ഓർ ദോനോ ഘുട്നോ കോ ഛാത്തി സെ മിലാക്കർ സർ കോ ഛുപാ ലിയ, തൻ്റെ 2 കാൽമുട്ടുകളും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് തൻ്റെ തലയെ ആ മടിക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. ഫിർഭി സർദി കം ന ഹുയി, എന്നിട്ടും തൻ്റെ തണുപ്പിനൊരു കുറവും വന്നില്ല. ഐസ മാലും ഹോത്താത്ത, ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കെ സാരാ ഹൂൻ മുഞ്ചമിത് ഹോഗയാഹെ, തൻ്റെ രക്തം മുഴുവൻ കട്ട പിടിച്ചതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഉസ്നെ ഉഡ്കർ ആസ്മാൻ കി ജാനിബ് ദേഖ, അദ്ദേഹം നോക്കിയിട്ട് ആകാശത്തിലേക്കൊന്ന് നോക്കി.
അഭി കിത്നി രാത് ബാക്കി ഹേ, ഇനി രാത്രി തീരാൻ, ഈ രാത്രി ഒന്ന് അവസാനിക്കാൻ എത്ര സമയം ബാക്കിയുണ്ട്. വോ സാത് സിതാരെ ജോ കുതുബ് കെ ഗിർദ് ഘൂംത്തെ ഹേ, ആ ചക്രവാളത്തിന് ചുറ്റും ചുറ്റുന്ന ആ 7 നക്ഷത്രങ്ങൾ അവിടെയുണ്ട്. അഭി അപ്ന നിസ്ഫ് ദോറ ബി ഖത്തം നെഹി കർപ്പായത്തെ, അത് കണ്ടിട്ട് ആ ഒരു നക്ഷത്രം കണ്ടിട്ട് അദ്ദേഹം മനസ്സിലാക്കി രാത്രി ഇപ്പോൾ അർദ്ധരാത്രി കൂടെ കഴിഞ്ഞിട്ടില്ല. ജബ് വോ ഊപ്പർ ജായെങ്കിൽ തോ കഹീം സവേര ഹോക, അത് അങ്ങേയറ്റം ദൂരത്തേക്ക് വളരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നേരം വെളുക്കുകയുള്ളൂ. അഭി ഏക് പെഹറസ് സിയാദ രാത് ബാക്കി ഹേ, ഇനി രാത്രിയുടെ 1/3 അഭി ഏക് പെഹറസ് സിയാദ രാത് ബാക്കി ഹേ, ഇനി രാത്രിയുടെ പകുതി ഭാഗത്തേക്കാൾ ഇനി അവശേഷിക്കുന്നുണ്ട്. പെഹർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അളവാണ്, ഒരു ഭാഗം എന്നാണ് അർത്ഥം. ഹൽക്കു കെ ഖേത് സെ തോടി ദൂർ കെ ഫാസ്ലെ പർ ഏക് ബാഗ് ഥ, അങ്ങനെ ഹൽക്കുവിൻ്റെ വയലിൻ്റെ കുറച്ചകലെയായിട്ട്, കുറച്ച് ദൂരത്തായിട്ട് ഒരു ബാഗ് ഥ, ഒരു തോട്ടമുണ്ടായിരുന്നു. പത്ഛഡ് ശുരു ഹോ ഗയാ ഥ, പത്ഛഡ് എന്ന് പറഞ്ഞാൽ ഈ ഇലപൊഴിയൽ തുടങ്ങിയിരുന്നു. ബാഗ് മേ പത്തോം കാ ഢേർ ലഗാ ഹുവാ ഥ, അവിടെ തോട്ടത്തിലാണെങ്കിലോ ഇലകളുടെ ഒരു കുന്ന് തന്നെ ഉണ്ടായിരുന്നു. ഹൽക്കുനെ സോച്ച, അന്നേരം ഹൽക്കു ഇങ്ങനെ ചിന്തിച്ചു, ചെൽക്കർ പത്തിയാൻ ബട്ടൂറും, ഞാൻ ആ ഇലകളൊക്കെ ഒന്ന് പൊറുക്കട്ടെ. ഓർ ഉൻകോ ജലാക്കർ ഖൂബ് താപും, എന്നിട്ട് അവകളെയൊക്കെ ആ ഇലയെയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് തീ കായാലോ, നന്നായിട്ടൊന്ന് തീ കായാലോ. തീ കായ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നന്നായിട്ട് തണുപ്പൊഴിവാക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ച് അതിൻ്റെ ചുറ്റും നിൽക്കുമല്ലോ, അതിനാണ് തീ കായ എന്ന് പറയുക. അങ്ങനെ ഒന്ന് തീ കായാലോ. രാത് കോ കോയി പത്തിയാൻ ബട്ടൂർത്ത് ദേഖേത്തോ, രാത്രി സമയത്ത് ആരെങ്കിലും ഇങ്ങനെ ഈ ഇലകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നത്, ഇങ്ങനെ ശേഖരിക്കുന്നത് കണ്ടാൽ സംജേക, അവൻ മനസ്സിലാക്കുക എന്താണ്, കെ കോയി ഭൂത് ഹേ, വല്ല ഭൂതവുമാണോ അത് എന്നേ ആരെങ്കിലും കണ്ടാൽ മനസ്സിലാക്കുകയുള്ളൂ. उसने पास के अरहर के खेत में जाकर पौधे उखाड़े, അദ്ദേഹം തൻ്റെ അയൽവാസികൾ ഉടമപ്പെടുത്തിയ അർഹർ എന്ന് പറഞ്ഞാൽ അർഹറായ അഥവാ ഉടമപ്പെടുത്തിയ ആ വയലിലേക്ക് പോയിട്ട് പൗധെ ഉഖാടെ, കുറച്ച് ചെടികൾ പറിച്ചെടുത്തു. ഓർ ഉസ്ക ഏക് ഝാഡു ബനാദിയ, അതുകൊണ്ട് ഒരു ചൂലുമുണ്ടാക്കി. ഹാത്മേ സുലഗ്ത ഹുവ, മറ്റൊരു കയ്യിൽ കത്തുന്ന ഉപ്പുലാലിയെ, ഉപ്പുല എന്ന് പറഞ്ഞാൽ ചാണകം എന്നൊക്കെയാണ് അർത്ഥം. അഥവാ കത്തുന്ന ചാണകം എന്ന് പറഞ്ഞാൽ ചൂട്ടാക്കി പിടിച്ചേക്കുക, ചാണകം ചൂട്ടാക്കിയിട്ട് അത് കത്തിച്ചിട്ട് ബാക്കി തറഫ് ചെല, ചാണകം നന്നായി കത്തുണ്ടോ, അത് ചൂട്ടാക്കി ഉപയോഗിച്ചതാണ്. അങ്ങനെ ആ തോട്ടത്തിലേക്ക് പോയി. ജബ്രാനെ ഉസെ ജാത്തെ ദേഖാത്തോ, ജബ്ര ഇങ്ങനെ പോകുന്നതായി കണ്ടപ്പോൾ പാസ് ആയ, കൂടെ വന്നു. ഓർ ദും ഹിലാനെ ലഗ, അങ്ങനെ തൻ്റെ വാല് ആട്ടാൻ തുടങ്ങി. ഹൽക്കുനെ കഹ, അന്നേരം ഹൽക്കു ജബ്രയോട് പറയാണ്, അബ് തു നെഹി രഹാ ജാത്ത, ഇനി നിനക്ക് നിൽക്കാൻ സാധിക്കൂല. ജബ്രയെ വിളിക്കാണ്. ചലോ ബാഗമേ പത്തിയാൻ ബട്ടൂർ കർത്ത പിയെ ടാണ്ടേ ഹോ ജായേ, ഇനി നമുക്ക് ഈ തോട്ടത്തിൽ പോയിട്ട് കുറച്ച് ഇലകൾ ശേഖരിക്കാം. ടാണ്ടേ ഹോ ജായേ, അങ്ങനെ ഒന്ന് ഉന്മേഷമുള്ളതാകാം, ഒന്ന് കുറച്ച് ഉഷാറാവാം. തോ ഫിർ ആക്കർ സോയെങ്കെ, എന്നിട്ട് പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങാം. അഭി തോ രാത് ബഹുത് ഹേ, ഇനിയും രാത്രി കുറേ ഉണ്ട്. ജബ്രാനെ കൂ കർത്തെ ഹുയെ, ജബ്ര കൂ എന്ന ശബ്ദത്തോടുകൂടെ അപ്പനെ മാലിക് റായസെ ഇത്തിഫാക്കിയ, തൻ്റെ ഉടമസ്ഥൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്തു. ഓർ ആകെ ബാക്കി ജാനിബ് ചല, അങ്ങനെ മുന്നോട്ട് ഈ തോട്ടത്തിലേക്ക് പോയി. ബാഗ് മേ ഘട്ട ടൂപ്പ് അന്ധേര ഛായ ഹുവാത്ത, അവിടെ തോട്ടത്തിലാണെങ്കിലോ കൂരിരുട്ട്
വളരെ അവിടെ എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. ദറഖ്തോं की ശബ്നം की ബൂന്ദേं, അവിടുത്തെ മരത്തിലുണ്ടായിരുന്ന മഞ്ഞിൻ്റെ തുള്ളികൾ ടപ് ടപ് ടപക് രഹി ഥി, ടപ് ടപ് എന്ന ശബ്ദത്തിൽ ഇങ്ങനെ ഉച്ചി വീഴുന്നുണ്ടായിരുന്നു. യക്കായക് പെട്ടെന്നാണ്. ഏക് झुमका മെഹന്തി കെ ഫൂലോं की खुशबू लिए हुए आया, പെട്ടെന്നാണ് ഒരു മന്ദമാരുതൻ, ഝൂങ്ക ഒരു ബ്രീസ്, ഒരു മന്ദമാരുതൻ, മെഹന്തി കെ ഫൂലോं की खुशबू लिए हुए ആയ, മൈലാഞ്ചിപ്പൂവിൻ്റെ സുഗന്ധവുമായി ഒരു മന്ദമാരുതൻ അതിലൂടെ വീശിപ്പോയി. ഹൽക്കുനെ കഹ, അന്നേരം ഹൽക്കു പറഞ്ഞു, കൈസി അച്ചി മെഹക് ആയി ജബ്ര, എത്ര രസകരമായ സുഗന്ധമാണ് കടന്നു വന്നത്. തുമാരി നാക്ക് മേ ഭി ഖുശ്ബു ആ രഹി ഹെ, നിൻ്റെ മൂക്കിലും ഈ സുഗന്ധം വന്നില്ലേ, നിനക്കും ഈ സുഗന്ധം കിട്ടിയില്ലേ. ജബ്ര കോ കഹി ജമീൻ പർ എക് ഹഡ്ഡി പടി മിൽ ഗയി ഥി, ജബ്രക്ക് എവിടുന്നോ നിലത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് ഒരു വീണ് കിടക്കുന്ന ഒരു എല്ല് വീണ് കിട്ടിയിരുന്നു. വോ ഉസെ ചച്ചൂട് രഹാത്ത, അവന് ആ എല്ലിനെ ചച്ചൂടിന എന്ന് പറഞ്ഞാൽ ആശയാർത്ഥാണ് പറയുന്നത്, അതിനെ ഇങ്ങനെ കടിച്ച് അതിനെ ഇങ്ങനെ ഊമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹൽക്കുനെ ആഗ് ജമീൻ പർ രഖ്തി, ഹൽക്കു ആ തീയ് അല്ലെങ്കിൽ ആ ചൂട്ട് നിലത്ത് വെക്കുകയും ഓർ ബത്തിയ ബട്ടൂറിനെ ലഗ, അവിടെ ഉണ്ടായിരുന്ന ഇലകൾ ശേഖരിക്കാൻ തുടങ്ങി. തോടി ദേർമേ പത്തിയോं का एक ढेर लग गया, കുറച്ച് നേരം കൊണ്ട് തന്നെ അവിടെ ഇലകളുടെ ഒരു കുന്ന് തന്നെ ഉണ്ടായി. ഹാത്ത് ഠട്രെ ജാത്തേ ഥേ, തൻ്റെ കൈകൾ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. നംഗേ പാവോ, നഗ്ന കാലുകളും നഗ്ന പാദനും, ഗലേ ജാത്തേ ഥേ, ആ നഗ്നമായ പാതയും കാലും ഇങ്ങനെ വല്ലാതെ ഗലേ ജാത്തേത്തെ, ഗൽന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തണുപ്പ് കൊണ്ട് ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. ഓർ വോ പത്തിയോं का पहाड़ ഖടാ കർ രഹാ ഥാ, അവിടെ ഒരു പത്തിയോं का पहाड़, അവിടെ ഇലകളുടെ ഒരു കുന്ന് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇസി ഉല്ലാവോമേ, ഉല്ലാവോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഈ വിറകുകളൊക്കെ കുന്നുകൂട്ടി ശേഖരിച്ച് വെച്ച ഒരു കുന്നാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ കുന്ന്. ഉസി ഉല്ലാവോമേ, ആ വിറകിൻ്റെ ശേഖരത്തിൽ ബോ സർദീക്കോ ജലാക്കർ ഹാക്കർ ദേഗ, ആ വിറകിൻ്റെ ആ വിറക് കുന്നുകൂട്ടി വെച്ചിടത്ത് അവർക്ക് അനുഭവപ്പെടുന്ന തണുപ്പിനെ ജലാക്കർ കത്തിച്ചുകൊണ്ട് ഹാക്കർ ദേഗ, അതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. തോടി ദേർമേ, കുറച്ച് സമയത്തിനുള്ളിൽ, ഉല്ലാവോ ജൽ ഉഠ, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ ആ വിറക് കൂന അത് കത്തിപ്പടർന്നു. ഉസ്കോ ഊപ്പർ വാലെ ദർഖ്ത് കി പത്തിയോं കോ, അതിലെ ആ തീ, ഉസ്കി ലോ, അതിലെ തീനാളങ്ങൾ, ഊപ്പർ വാലെ ദർഖ്ത് കി പത്തിയോं കോ, അതിൻ്റെ ഏറ്റവും മുകളിലുള്ള മരത്തിൻ്റെ ഇലകളെ ചൂക്കർ, അതിൻ്റെ ഉസ്കിലോ, അതിൻ്റെ ആ തീ കാറ്റ് അല്ലെങ്കിൽ ആ തീപ്പൊരി എന്നാണ് ലോ എന്ന് പറഞ്ഞ അർത്ഥം. അതിൻ്റെ ആ തീപ്പൊരികൾ, മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഇലകളെ ചൂക്കർ, അതിനെ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഭാഗിനെ ലഗി, അതിനെങ്ങനെ തൊട്ട് ഓടാൻ തുടങ്ങിയിരുന്നു, അഥവാ അത്രയും ഉയരത്തിൽ കത്തിയിരുന്നു. ഇസ് ഹൽത്തി ഹുയി റോഷ്നി മേ ബാഗ് കെ ആലിഷാൻ ദർഖ്ത് ഐസെ മാലൂം ഹോത്തേ ഥേ, ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന ഹിൽത്തി ഹുയി, ഹൽത്തി എന്നല്ല ഹിൽത്തി, ഇസ് ഹിൽത്തി ഹുയി റോഷ്നിമേ, ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകാശത്തിൽ ആ തോട്ടത്തിലെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന മരം പോലും ഐസെ മാലും ഹോത്തേത്തെ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ജയ്സേ വോ ഇസ് ലാ ഇന്തിഹായി അന്തേരേക്കോ അപ്പനെ ഗിർദൻ പർ സംഭാലേ ഹോ, ആ വലിയ മരങ്ങളൊക്കെ അറ്റമില്ലാത്ത, ലാ ഇന്തിഹ എന്ന് പറഞ്ഞാൽ ബഹുത് സിയാദ, വളരെ ഈ അതീവ ഇരുട്ടിനെ, ഈ കൂരാകൂരിരുട്ടിനെ തൻ്റെ കഴുത്തിൽ, തൻ്റെ പിരടിയിൽ അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്
ഈ മരം എന്ന് തോന്നിപ്പോകുന്നുണ്ടായിരുന്നു. तारीकी के इस अथाह समुंदर में रोशनी एक नावों की मानद मालूम होती थी. ഇൻഷാല്ലാ ബാക്കി പിന്നീടാവാം, അടുത്ത ക്ലാസ്സിനാവാം. ഇത്രയും എടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.